ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകൾ സീരീസിലെ അടിപൊളിയായിട്ടുള്ള പാലക്കാടിൻ്റെ ശരിയായ ഉൾക്കാഴ്ചയിലെ ഒരു കാഴ്ചയാണ് കല്ലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ക്ഷമയോടെ എപ്പിസോഡ് പൂർണ്ണമായിട്ടും കാണുക. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഞാൻ റൂട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒറ്റപ്പാലം സൈഡിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒറ്റപ്പാലം മങ്കര സൈഡിൽ നിന്ന് വരുമ്പോൾ മാങ്കുറിശി ജംഗ്ഷൻ എത്തി. ഈ മാങ്കുറിശി ജംഗ്ഷനിൽ നമുക്ക് ലെഫ്റ്റ് തിരിയണം. നേരെ പോയി കഴിഞ്ഞാൽ പാലക്കാട്, നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് ഇങ്ങോട്ട് പോകണം. ഇതാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വ്യക്തമായിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ കൺഫ്യൂഷൻ ആകരുത് കേട്ടോ. അങ്ങനെ ഇവിടെ മങ്കര മാങ്കുറിശി ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി എന്നുള്ള ഒരു ജംഗ്ഷൻ കാണാം. ജംഗ്ഷനിൽ നിന്ന് സ്ട്രെയിറ്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ എഗെയിൻ പാലക്കാടൻ ഗ്രാമഭംഗി നമ്മൾ ആസ്വദിച്ചുകൊണ്ട് കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ലക്ഷ്യമാക്കി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ വരും. ഈ ജംഗ്ഷനിൽ ഒരു അമ്പലം കാണാം. കല്ലമ്മക്കാവിൽ അമ്മ, അങ്ങനെ എന്താണ് ജംഗ്ഷൻ്റെ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞ. ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് പോകണം. അതാണ് നമ്മുടെ റൂട്ട് പ്ലാൻ. ഓക്കെ, പിന്നെ അവിടെ റോഡ് ക്ലിയർ ചെയ്തു. നമുക്ക് ഈ റോഡ് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ലാൻഡ് മാർക്കൊക്കെ പറഞ്ഞു തരുന്നത്. ഈ വഴി നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ കുറച്ചും കൂടെ നേരത്തെ, അതായത് കുറച്ചുകൂടെ ഒരു മാസം മുമ്പേ വന്നിരുന്നെങ്കിൽ ഈ ഇല പൊഴിഞ്ഞ മരങ്ങളെല്ലാം ഭയങ്കര ഹരിതാപി ആർന്നിട്ടുള്ള ഒരു ലെവലിലായിരിക്കും. നമുക്ക് വേണ്ടി ശ്രീധരൻ മാഷ് ഓൺ ദ വേ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീധരൻ മാഷാണ് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. അയ്യപ്പൻകാവ് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ അങ്ങനെ ശ്രീധരൻ മാഷ് നമ്മൾ പിക്ക് ചെയ്തു. പിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് അയ്യപ്പൻകാവ് അല്ലേ? ഇവിടുന്ന് വണ്ടി ഇവിടെ ഞാൻ നിർത്താം. എന്റെ വീട് ആ ഷീറ്റിട്ട വീട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. മാസ്ക് എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ ഇവിടെ ഈ കാണുന്നത് കല്ലൂർ കൊട്ടിങ്ങൽ അയ്യപ്പ ക്ഷേത്രം എന്ന് കാണുന്നുണ്ട്. നമ്മൾ ഈ ക്ഷേത്രവും കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ശ്രീധരൻ മാഷെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം ശ്രീധരൻ മാഷാണ്. നമ്മളെ വേണ്ടി ഹെൽപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റിട്ടുള്ള ശ്രീധരൻ മാഷാണ്. അപ്പോൾ മാഷെ ഞാൻ പിക്ക് ചെയ്തു. നമുക്കിനി ടെമ്പിൾ, ശ്രീകൃഷ്ണ ടെമ്പിൾ ലക്ഷ്യമാക്കി സഞ്ചരിക്കാം. അപ്പോൾ നമ്മൾ ഈ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പ്രമൈസസിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം അവരുടെ വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷായി നമുക്ക് ടെമ്പിളിലോട്ട് പോകാം. ഇവിടെ ഒരു GLP സ്കൂൾ കല്ലൂർ എന്നുള്ളൊരു സംഭവം കാണാം. ലാൻഡ് മാർക്കാണ് കേട്ടോ. അവിടെ നമ്മൾ നേരെ ഒരു 2 ജംഗ്ഷൻ കാണും. നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം കേട്ടോ. നമ്മളതിന് നേരെ മുന്നിൽ കാണുന്ന ഒരു ക്ഷേത്ര കവാടം കാണാം. ഒരു ഗരുഡനൊക്കെ മേലെ ഉണ്ട്. അപ്പോൾ ഈ വളരെ പൗരാണികത വിളിച്ചുണർത്തുന്ന രീതിയിലുള്ള ഒരു അമ്പലം ആയിട്ട് എനിക്ക് തോന്നി. ഇതാണ് കല്ലൂർ ശ്രീകൃഷ്ണ ടെമ്പിൾ. നമ്മൾ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടൊന്ന് കയറുകയാണ്. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള പ്രമോദിൻ്റെയും ശ്രീവിദ്യയുടെയും വീട്ടിലോട്ട് വണ്ടി കയറ്റി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. നമ്മളതിന് ഈ കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ലക്ഷ്യമാക്കി അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കവാടം ആണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു സംഭവം കാണാം, ഭണ്ഡാരം. ഓക്കെ, നമുക്കിവിടെ രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ നല്ലൊരു പടിക്കെട്ടാണ്. ഈ പടിക്കെട്ടിൻ്റെ ഒരു കൽപ്പടിക്കെട്ടാണത്. അപ്പോൾ ഈ എൻട്രൻസിലൂടെ നമുക്ക് അകത്തേക്കൊന്ന് പ്രവേശിക്കാം. ഇവിടെ ചെരുപ്പ് അലൗഡ് ആണെന്ന് പറഞ്ഞു. താഴെ വരെ അലൗഡാണ്. ഇവിടെ ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള ഈ കൈപ്പിടിയൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഈസി ആയിട്ടും ഇറങ്ങി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് ഇവിടെ ഈ അതിമനോഹരമായിട്ടുള്ള വളരെ പൗരാണികത വിളിച്ചോതുന്ന കല്ലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ
മുൻവശത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ പടിക്കെട്ട് ആ ഫ്രണ്ട് ഇറങ്ങി ആണ് വന്നതിന് ശേഷം നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ നമുക്ക് ജസ്റ്റ് അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് നമുക്ക് ഈ അമ്പലത്തിൻ്റെ പൊതുവെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. ഈ റൗണ്ട് എങ്ങനെയെന്ന് നമുക്കറിയാം. ഇവിടെ കാണുന്ന ഈ സംഭവം എന്താ പക്ഷേ ഈ ബിൽഡിംഗ്, പഴയ ബിൽഡിംഗ് അഗ്രശാല എന്ന് വെച്ചാൽ വാദ്യക്കാരിലേക്ക് വന്നാൽ താമസിക്കാനും അതെ അല്ലേ? വിശേഷ സമയത്ത് ചന്ദ്ര ഓക്കെ. എവിടേക്കാണ്? അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റുകൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നവീകരണമൊക്കെ ഈ അടുത്ത് കഴിഞ്ഞു പോകണം അല്ലേ? കുറച്ചൊക്കെ കുറച്ചായി അല്ലേ? ചെയ്താണ് അല്ലേ? ഓക്കെ. അപ്പോൾ നല്ലപോലെ കരിങ്കല്ലുകൾ പാകിയിട്ടുള്ള നല്ല നടപ്പാത നമുക്ക് കാണാം. അതുകൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഇതാണ് ഫ്രണ്ട് ഭാഗം അല്ലേ? ഇത് ഏത് ദിശയാണ്? ഫ്രണ്ട് പടിഞ്ഞാട്ടല്ലേ? ഓക്കെ. അതല്ലേ? ഇപ്പോൾ പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന ക്ഷേത്ര നടയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള കൊടിമരം ഫ്രണ്ടിൽ പ്രദർശിച്ചിട്ടുണ്ട്. ഈ സൂര്യൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ദൃശ്യചാരുത തന്നെയാണ്. നമുക്കൊരു വലം പൂർത്തീകരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാം. അതിനുശേഷം നമുക്ക് അമ്പലത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വലം ആദ്യം പുറത്ത് കൂടെ പൂർത്തീകരിക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾ ശരിക്കും ആസ്വദിച്ചുകൊണ്ട് വേണം ഈ അമ്പലത്തിൽ വരുമ്പോഴും ഈ അമ്പലത്തിൽ വന്ന് ഓടിപ്പോവാതെ കുറേ സമയം ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇവിടെ ചരിത്രം, ഇതിൻ്റെ പ്രാധാന്യം, സാംസ്കാരിക പെരുമ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരമ്പലം നമ്മൾ ദർശനം ചെയ്യുവാൻ. ഇവിടെ കാണുന്ന സ്റ്റേജ് അല്ലേ? ഒരു സ്റ്റേജ് സൈഡിൽ കാണാം. അങ്ങനെ നമ്മൾ ഒരു പുറം വലം പൂർത്തീകരിച്ചുകൊണ്ട് അമ്പലത്തിൻ്റെ കിഴക്കേ നടയുടെ ഭാഗത്തേക്ക് നമ്മളെത്തി. നമ്മൾ ഒരു വലം പൂർത്തീകരിച്ചു. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാം. അകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. ഇവിടെ ഈ നോട്ടീസൊക്കെ നിങ്ങൾ പോസ് ചെയ്ത് വായിക്കുക, കണ്ടോ? വായിക്കുക. പിന്നെ എൻട്രൻസിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവിടെ മനോഹരമായിട്ടൊരു വിളക്ക് കാണാൻ സാധിക്കും. ആ വിളക്കിനെ സംരക്ഷിച്ച് ഒരു ചെറിയൊരു ഷെഡ് കാണാം. പിന്നെ മനോഹരമായിട്ടുള്ള കൈവരികൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കൊടിമരം നമുക്കിവിടെ കാണാം. ഇവിടെ ഇത് ശ്രദ്ധിക്കുക, രസീതി ചോദിച്ചു വാങ്ങിക്കുക, ഒരു ബുക്കിംഗ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ഈ കൊടിമരത്തിൻ്റെ സൈഡിൽ കൂടെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ ഇത് എല്ലാ ക്ഷേത്രത്തിൻ്റെയും മുഖമുദ്രയായിട്ട് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഗതി ഗംഭീരമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു തൂക്കുവിളക്ക് പ്രദർശിച്ചിട്ടുണ്ട്. അമ്പലത്തിന് മേലെ വളരെ പൗരാണികത തുടിക്കുന്ന രീതിയിലുള്ള ഒരു ദേവശില്പത്തിൻ്റെ രൂപം ഇവിടെ കാണാം. ഇതൊക്കെ വളരെ ഒറിജിനലാണ്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള നിർമ്മിതികൾ തന്നെയാണ്. മരത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി നിർമ്മിച്ചിട്ടുള്ള, മരത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൊത്തിവെച്ചിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അത് നമുക്കൊരു 360 തന്നെ പിടിക്കണം, എന്നാലത് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കേട്ടോ, നല്ലൊരു മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. ഒപ്പം തന്നെ അതിൻ്റെ പഴമയും പാരമ്പര്യവും ഒരിക്കലും നഷ്ടപ്പെട്ട് പോവാത്ത രീതിയിലുള്ള മരത്തിൻ്റെ തൂണുകളും ഈ ചാരുപടികളും എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യത്തിന് ആക്കം കൂട്ടുന്നത് തന്നെയാണ്. ഒന്നും പഴമ, ഒറിജിനാലിറ്റി ഒന്നും മാറ്റാതെ തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം നിലനിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളിലെ നമ്മുടെ ഈ കാഴ്ചകൾ നമുക്കെന്നും കണ്ണിനും കാതിനും മനസ്സിനും ഹരമേകുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു ബലിക്കല്ല് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങൾ അത് രണ്ട് സൈഡിലും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സമയം ഇത്രയാണ്. വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു പൗരാണികതയും ചോർന്നു പോവാത്ത രീതിയിൽ തന്നെയാണ് ഈ ക്ഷേത്ര സമുച്ചയം ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്.
അതിൻ്റെ കമ്മിറ്റിക്കാരോട് അകമഴിഞ്ഞ നന്ദി നമ്മൾ ഈ പാരമ്പര്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്നും പൊളിച്ച് വാർക്കാതെ അതിൻ്റെ തനിമയിൽ തന്നെ നിർത്തുന്ന ഒരു ശൈലി എന്നെ തികച്ചും ആകർഷിച്ചു. ഇവിടെ കാണുന്ന ഇത്തരം മനോഹരമായിട്ടുള്ള ശില്പങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതാണ്. ഒരു ചെറിയ മണി കാണാം. ഈ തൂണുകളെല്ലാം അതിവിശിഷ്ടമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ ശ്രീകൃഷ്ണന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ ഇഷ്ടവിനോദമായിട്ടുള്ള മഞ്ചാടിക്കുരു നമുക്കിവിടെ കാണാം. ഒരു ഭണ്ഡാരം ഇത്യാദി സംഭവങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹൈറ്റ് കുറച്ച് കുറഞ്ഞത് കാരണം തല അടിക്കാതെ വരണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഈ മുഖമണ്ഡപം അല്ലേ, ഈ നമസ്കാര മണ്ഡപം അഥവാ മുഖമണ്ഡപത്തിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഈ പരിസരത്തിൽ നിന്ന് ഈ ക്ഷേത്രത്തിനെ നമുക്ക് നോക്കിക്കാണുമ്പോൾ അഭൂതപൂർവമായൊരു സൗന്ദര്യം തന്നെയാണ് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുക. കണ്ടോ, ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് നമ്മുടെ പൗരാണികത എന്ന് പറയുന്നത്. ഒരു ചുറ്റമ്പലം ഈ രീതിയിലൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് ഒരിക്കലും തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ കാര്യം തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഒരു നേരത്തെ പറഞ്ഞ അതേ സാംസ്കാരികത ഉണർത്തുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള അമ്പലക്കിണർ നമുക്കിവിടെ കാണാം. പഴയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഈ പാരമ്പര്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇന്നും ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ്. നമ്മളങ്ങനെ നേദ്യം അല്ലേ, നേദ്യം ഉണ്ടാക്കുന്ന അധികം ഉണ്ടാകുന്ന നേദ്യം ഒക്കെ വെക്കുന്ന അല്ലേ, ഉത്സവകാലത്തൊക്കെ വെക്കുന്ന നേദ്യമൊക്കെ വെക്കുന്ന നാടൻ അടുപ്പല്ലേ. ഓക്കെ, നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ടെത്തി. നമ്മൾ ദൈവത്തിനെ നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ എന്താ പറയുക, ഈ കൽപ്പടികൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ടിലിങ്ങനെ കാണാം. സോപാനപ്പടി സോപാനപ്പടി എന്നാണ് പറയാം കേട്ടോ, എനിക്ക് ആ വാക്ക് പെട്ടെന്ന് കിട്ടിയില്ല. സോപാനപ്പടി, ഇത് അമ്പലം, അതിനകത്താണ് ഭഗവാൻ കുടികൊള്ളുന്നത്. അതെ, ഉയരം വളരെ കുറവാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൊത്തിവെച്ചിട്ടുണ്ട് തലമുട്ടാതിരിക്കാൻ, പ്രത്യേകിച്ചും അത് നല്ല ആശയമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മുഖമണ്ഡപം നമ്മളിവിടെ കണ്ടു. ഇതിൽ നിന്നും ഓപ്പോസിറ്റിലാണ് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ദർശന കവാടം എന്ന് പറയുന്നത്. ഇവിടെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള മണികൾ ഈ അമ്പലത്തിൻ്റെ സൗന്ദര്യത്തിന് തികച്ചും ആക്കം കൂട്ടുന്നത് തന്നെയാണ്. അങ്ങനെ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം 4 ഭാഗത്തും എൻട്രൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ കാണുന്ന നട ഏതാണ്? ഈ എൻട്രൻസ് വടക്കേ നടയാണ് അല്ലേ. അപ്പോൾ കിഴക്കല്ലേ. അപ്പോൾ ഇത് ഇവിടെ ഈ ഭഗവാന്റെ അഭിഷേകം കഴിഞ്ഞ് വരുന്ന ജലം തീർത്ഥം വരുന്ന ഒരു ചെറിയ ഒറിജിനലായിട്ടുള്ള കൽ ഓവ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും വളരെ മനോഹരമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. തിളക്കമാർന്ന രീതിയിൽ ഇത്രയും വർഷത്തിന് ശേഷവും നമുക്കിവിടെ ഒറിജിനാലിറ്റിയോടുകൂടി ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. ഓക്കെ, ഇത് തെക്കേ നട എന്നല്ലേ പറഞ്ഞേ? ഇത് വടക്കേ നട. ഓക്കെ, ഇവിടെ ശിവലിംഗം നമുക്ക് കാണാം. ഇതുപോലെ ദേവതാ ശില്പങ്ങൾ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നവധാന്യങ്ങൾ വധിച്ച് വെക്കുന്ന അറയാണത് അല്ലേ, ഉത്സവകാലത്ത് അല്ലേ പൂജ നടത്തുന്നത്. ഓക്കെ, പിന്നെ അങ്ങനെ ഇതുപോലെ ഇവിടെ ഈ മുന്നൊരുക്കങ്ങൾ മാല കെട്ടുന്ന സ്ഥലം ഓക്കെ അല്ലേ, കഴകം സ്ഥലങ്ങൾ. ഇവിടെ ഇതുപോലെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് അല്ലേ, മെറ്റീരിയൽസും എണ്ണയും നെയ്യൊക്കെ വെക്കുന്ന സ്ഥലങ്ങളായിരിക്കും. മാല കെട്ടാനും എല്ലാം ഉപയോഗിക്കുന്ന സ്ഥലമാണ്. തിടപ്പള്ളി അല്ലേ, തിടപ്പള്ളി. ഈ സൈഡിൽ കാണുന്നത് തിടപ്പള്ളിയാണ്. ഭഗവതിക്കുള്ള നിവേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി നമുക്ക് ഈ സൈഡിൽ കാണാം. ഗണപതി ഹോമം ഇവിടെയാണോ ചെയ്യുക? ഇതിനകത്താണോ? ഉപദൈവങ്ങളില്ല. ഇല്ലാത്തൊരു അമ്പലമാണ് ഇതിന്റെ പ്രത്യേകത. അത് മാത്രമല്ല, ഗണപതി പൊങ്ങനെ നടത്തുകയുള്ളൂ. ഇവിടെ ഒരു മറ്റൊരു ഇതുണ്ട്, ഹോമകുണ്ടം, അത്രയും. ആ ഹോമകുണ്ടത്തിലാണ് നമ്മൾ ഗണപതി ഹോമം ചെയ്യുക. ഉപദൈവങ്ങളില്ല എന്നുള്ളതാണ് ഒരു സവിശേഷത അല്ലേ. ഇവിടെ നോക്കൂ, ഇതിന്റെ ഫ്രണ്ടിലൊക്കെ നോക്കൂ, എന്ത് രസം നോക്കൂ ഇവിടെ കാണാൻ അല്ലേ. നല്ല രസമാണ് കാണാൻ, ഒറിജിനാലിറ്റിയാണ് ഇതൊക്കെ.
പറഞ്ഞറിയിക്കാൻ നമുക്ക് വാക്കുകളില്ല. ഇത് പടിഞ്ഞാറ് തിരിഞ്ഞിരിക്കുന്ന കഷായമാണ് അതുകൊണ്ട്. ഓക്കെ ഓക്കെ. ഇതാണ് തെക്കേ നട. തെക്കേ നടയാണ്. ആ, അപ്പോൾ നമ്മൾ ഈ തിടപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഈ നടയാണ് തെക്കേ നട അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഈ നവഗ്രഹങ്ങൾ അല്ലേ കാണാം. അതെ, ഇപ്പോൾ തെക്ക് ഭാഗം അല്ലേ? തെക്ക് ഭാഗം തെക്കേ നട. ഓക്കെ. ഇത് സരസ്വതി അറ എന്ന് പറയും. ഇവിടെയാണ് നവരാത്രിക്ക് പൂജ, സരസ്വതി അറ അല്ലേ? പുസ്തക പൂജ ചെയ്യുന്ന സ്ഥലം. ഓക്കെ. വളരെ വളരെ രസകരമായിട്ടുള്ള അനുഭവമാണ് കേട്ടോ. നമ്മൾ ഒരു വലം പൂർത്തീകരിച്ച് നമ്മൾ ഈ സൈഡിലോട്ട് എത്തി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ ഒരു ആംബിയൻസ് ഈ ലെവലിൽ ഉണ്ടാവും. രസകരമായിട്ടുള്ള ആംബിയൻസ് ആണ്. നമുക്ക് മുഖമണ്ഡപം ഈ ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കൂ. തെളിഞ്ഞ ആകാശം. ഈ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഈ സംഭവം ഓക്കെ സരസ്വതി മണ്ഡപം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വലം പൂർത്തീകരിച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ മുഖമണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മളെത്തി, ഒരു വലം നമ്മൾ പൂർത്തീകരിച്ചു. ഓക്കെ. അപ്പോൾ നമ്മൾ കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റ് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ പ്രസിഡൻ്റ് അടുത്ത് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പ്രസിഡൻറ്റ് പറഞ്ഞോളൂ. നമസ്കാരം. ഈ ക്ഷേത്രത്തിൻ്റെ പേര് കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ്. ഇത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഇവിടെ കല്ലൂർ നായർ വീടിൻ്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഇവിടെ നമ്മുടെ ഒരു സ്വാമിയാർ, നടുവിൽമഠം ദേവസ്വം സ്വാമിയാർ ഇവിടെ അദ്ദേഹത്തിനെ ക്ഷണിച്ചു വരുത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു പുഷ്പാഞ്ജലി അർപ്പണം ഇവിടെ ക്ഷേത്രത്തിലേക്ക് വേണമെന്ന് കല്ലൂർ നായർ വീട് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വെച്ചൊരു ഡിമാൻഡുണ്ട്. അദ്ദേഹം വരണമെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ തക്കതായ ഒരു ഇത് ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് വരാൻ സാധിക്കൂ എന്നുള്ള നായർ വീടോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രവും ഇതിനോട് ചേർന്നിട്ടുള്ള കൃഷിയും 7000 പറ പാട്ടം വരുന്ന രീതിയിലുള്ള കൃഷിയും ഇതിനോട് ഈ ക്ഷേത്രവും കൂടി അദ്ദേഹത്തിന് ഈ നായർ വീടുകാർ ദാനം ചെയ്തതാണ്. അങ്ങനെയാണ് ഇത് നടുവിൽമഠം ദേവസ്വത്തിൻ്റെ കീഴിലേക്ക് ഈ ക്ഷേത്രം വരാനുള്ള കാരണം. നടുവിൽമഠം ദേവസ്വം അതായത് തൃശ്ശൂരാണ് നടുവിൽമഠം ദേവസ്വത്തിൻ്റെ ആസ്ഥാനം. അവിടെ നിന്നാണ് സ്വാമിയാർ, ഇപ്പോൾ അവിടുത്തെ സ്വാമിയാർക്ക് ഇവിടെ മാത്രമല്ല തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പുഷ്പാഞ്ജലി അവരുടെ കീഴിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ പുഷ്പാഞ്ജലി നടത്തുകയും ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അഗ്രശാലയിൽ തന്നെ താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ ബിംബം അവിടെ വെച്ചതിനുള്ള ഒരു അറ തന്നെ ഇവിടെ വെച്ച് പൂജിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമാധിയാണ് നമ്മുടെ ഇവിടെ ഇതിൻ്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ആ ഒരു അവിടെ സമാധിയാണ്. അതിൽ വേറെ ബിംബങ്ങളോ മറ്റൊന്നുമില്ല. സമാധി മണ്ഡപം കെട്ടിയിട്ട് സത്യത്തിൽ സ്വാമിയാർ എന്ന് പറഞ്ഞാൽ സ്വാമിയാർ മരണശേഷം ഭഗവാനിലേക്ക് ലയിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ കൊടിയിരുത്തലും നിത്യേന ഒരു നേദ്യം അവിടെ ഇവിടുത്തെ നേദ്യം കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു നിത്യേന ഒരു നേദ്യം ഇവിടുത്തെ തിരുമേനി അവിടെ സ്വാമിയാരെ സങ്കല്പിച്ച് നടത്തുന്നുണ്ട്. അത് ഭഗവാന്റെ സങ്കല്പത്തിൽ തന്നെയാണ് അതും നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ചരിത്ര രീതി. ഇതാണ് ഇത് കേരളത്തിലെ വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊരു പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് പറയാൻ കാരണം പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിരളമാണ്. വളരെ കുറച്ച് ക്ഷേത്രങ്ങൾ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ ഉഗ്രമൂർത്തിയാണെന്നാണ് സങ്കല്പം. അതിനു വേണ്ടിയിട്ടാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുളം ഈ ഭഗവാന്റെ ഉഗ്രമൂർത്തിയായിട്ടുള്ള ആ ഭഗവാന്റെ ആ ഒരു രുദ്രഭാവത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്, തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് കുളവും കൂടി ഉണ്ടാക്കിയതെന്നാണ് നമ്മളുടെ എല്ലാവരും പണ്ട് കാലം മുതലുള്ള ഒരു അറിവ്. അതാണ് ഒരു അറിവും വിശ്വാസം. അതെ, ആ കുളം ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഓക്കെ, ഇനി അത്രയാണ്. അപ്പോൾ നമുക്കിനി കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് 2-3 വാക്കുകളും തിരുമേനിയുടെ വാക്കുകളും നമുക്ക് തിരുമേനി വന്നിട്ടില്ല, പോയോ? അപ്പോൾ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ബഹുമാന്യായ ശ്രീധരൻ സാറോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വേർഷൻസ് ചോദിച്ച് മനസ്സിലാക്കാം. സാർ പറഞ്ഞു. ഇവിടെ കൊല്ലം നടക്കുന്ന ഉത്സവമാണ് മെയിനായിട്ട്. 7 ദിവസം ഉത്സവം ഉണ്ടാവും. 7 ദിവസം അതായത് മേടമാസമല്ലേ, മീനത്തിലെ ചോതി മുതൽ തിരുവോണം വരെയാണ് ഉത്സവങ്ങൾ. ആറാട്ടാണ് പ്രധാനം.
ഓണത്തിന് ആറാട്ട് വരിക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള അത് അതിന് വിവിധ പരിപാടികളോടുകൂടി ചെയ്യാറുണ്ട്. പക്ഷെ കഴിഞ്ഞ കൊല്ലം ചെയ്യാൻ പറ്റിയില്ല, കൊറോണ ആയതുകൊണ്ട്. തിരുവോണത്തിനാണ് ആറാട്ട് വരുന്നത് അല്ലേ? തിരുവോണത്തിന് ആറാട്ട് അതൊരു ഹൈലൈറ്റ് ആണ്. ആറാട്ട് സദ്യ എല്ലാം പിന്നെ പകലാണ് ആറാട്ട്, രാവിലെ. അതെ. ഇത് ഇവിടുത്തെ ആറാട്ട് കഴിഞ്ഞിട്ടാണ് കോങ്ങാട് കൊടിയേറ്റം ഉണ്ടാകും. കോങ്ങാട് തിരുമാന്താംകുന്ന്. അതാണ് ഇതിന്റെ ഐതിഹ്യം. ഓക്കെ. പിന്നെ വിശേഷാൽ പൂജകളും അതിന്റെ വിശേഷ പൂജ നിത്യം ദിവസവും 2 നേരവും പൂജയുണ്ട്. ഇവിടെ കരടിമലയിലും അയ്യപ്പ ക്ഷേത്രത്തിലും പഴങ്ങോട്ട് അയ്യപ്പ ക്ഷേത്രത്തിലും ഉണ്ടല്ലേ? അത് 3ഉം ഈ ദേവസ്വത്തിന് കീഴിൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ചുരുക്കത്തിൽ സെക്രട്ടറിയുടെ വാക്കുകൾ. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ എല്ലാമായിട്ടുള്ള ചന്ദ്രേട്ടൻ, കാര്യസ്ഥൻ അല്ലെങ്കിൽ സർവസ്വമായിട്ടുള്ള ചന്ദ്രേട്ടനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ചന്ദ്രേട്ടൻ പറഞ്ഞു. നമസ്കാരം. എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഞാനിപ്പോൾ തൽക്കാലം നടുവിൽമഠം ദേവസ്ഥൻ്റെ ഒരു കാര്യസ്ഥൻ്റെ സ്ഥാനം വഹിച്ചുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുന്നൊരു ആളാണ്. 17 വർഷത്തിന് മീതെയായിട്ട് ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ വളരെ വിപുലമായിട്ട് നടന്നുകൊണ്ടിരുന്ന ക്ഷേത്രമാണ്. ദേവസ്വത്തിൻ്റെ കീഴിൽ തന്നെ 7 ദിവസം മറ്റേ ഉത്സവവും അതോടൊപ്പം 7 ദിവസം കഥകളി, പല വിവിധ പരിപാടികൾ, ചാക്യാർ കൂത്ത്, ഓട്ടൻതുള്ളൽ, പല പരിപാടികളും നടന്നുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഇവിടെ പഴയ കാലത്ത് പറഞ്ഞു വന്നിരുന്നതെന്ന് വെച്ചാൽ ഇത്രയും 7000 പറഞ്ഞതിൽ പാട്ടം വരുന്ന കാലങ്ങളിൽ ഇവിടെ എല്ലാം വിപുലമായിട്ട് നടന്നിരുന്നു. അതിനുശേഷം എല്ലാം അന്യാധീനപ്പെട്ടു പോവുകയും വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള നാട്ടുകാരുടെയുള്ള വരുമാനങ്ങളെ കൊണ്ടും ഈ ദേവസ്വം എന്ന വഴിപാടുകളെ കൊണ്ടും മാത്രമാണ് നടന്നു പോകുന്നത്. അതുകൊണ്ട് എന്നാലും ഇപ്പോൾ കുറച്ച് നടുവിൽമഠം ദേവസ്വത്തിൻ്റെ കീഴിൽ തന്നെ ഇപ്പോൾ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും കുറച്ച് കാലങ്ങളായിട്ട് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉത്സവ ടൈമിൽ മറ്റേ 7 ദിവസം ഉത്സവം നടത്തുന്നുണ്ട്. വിവിധ പരിപാടികളോടുകൂടി തന്നെ നടന്നു വരുന്നതും അങ്ങനെയാണ്. ഇതിൻ്റെ തന്നെ 2 ഉപക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. ഒരു കരടിമല ഭഗവതി ക്ഷേത്രം, ശ്രീ അയ്യപ്പ ക്ഷേത്രം. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് ഞാൻ, കരടിമല ഭഗവതി ക്ഷേത്രം. ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ? ഇല്ല, കരടിമല അത് വേറെ സ്ഥലത്താണ്. ഇവിടെ മറ്റേ മീനമാസത്തിലത്തെ ചൂതി കൊടിയേറ്റം, തിരുവോണം, ആറാട്ടും അങ്ങനെ 8 ദിവസത്തെ പരിപാടി വളരെ വിപുലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസേന നിത്യപൂജ, രാവിലെ വാഗച്ചാർത്ത്, ഉഷപൂജ, ഉച്ചപൂജ, അങ്ങനെ 3 പൂജയും, വൈകുന്നേരത്തെ ദീപാരാധന, അത്താഴപൂജ അങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഭംഗിയായി നടന്നുകൊണ്ട് പോവുകയാണ്. നാട്ടുകാരുടെ സഹകരണത്തിലാണ് ഇതിപ്പോൾ നടക്കുന്നത്. ദേവസ്വത്തിൽ നിന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വേറെ വരുമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കാര്യങ്ങൾ അങ്ങനെ നാട്ടുകാരുടെ സഹകരണത്തിലാണ് എല്ലാം നടന്നുകൊണ്ട് പോകുന്നത്. ഇനി കൂടുതൽ ഭക്തർ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ഇങ്ങോട്ട് എത്തുക. അതീവ ശക്തനായിട്ടുള്ള ഭഗവാനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങളും മേടിച്ചിട്ട് പോവുക. അതിൽ ഒരു ഉപേക്ഷയും വരുത്താതിരിക്കുക. ഓക്കെ, താങ്ക് യു ചന്ദ്രേട്ടാ. അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിലെ കൃഷ്ണകുമാർജിയെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ചുരുക്കത്തിൽ. നമസ്കാരം. നമ്മൾ കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പ്രസിദ്ധമായ ചരിത്രമാണ്. പണ്ട് വളരെ പ്രതാപകമായിട്ട് കഥകളിയും ചാക്യാരുകൂത്തും മറ്റ് ഓട്ടംതുള്ളലും പറഞ്ഞ പോലെ വളരെ ഗംഭീരമായിട്ട് നടന്ന, വളരെ ചരിത്രപരമായി നല്ല പ്രാധാന്യമുള്ള അമ്പലമാണ്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ ജീർണത അവസ്ഥയിലായി. ഇന്ന് ഇവിടുത്തെ നാട്ടുകാരും നമ്മളെല്ലാവരും കൂടി ക്ഷേത്ര കമ്മിറ്റി എല്ലാം രൂപീകരിച്ച് വീണ്ടും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉത്സവവും മറ്റ് കാര്യങ്ങളും നടത്തി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിലുള്ള ആ ചിട്ടയോട് കൂടിയിട്ട് തന്നെയാണ് വളരെ അണ്ടലാടി തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ വളരെ വൃത്തിയായിട്ട് ഇപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ട്. കൂടുതൽ ഇനിയും അത് പുരോഗമിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. എല്ലാം ഭഗവാന്റെ ഒരു ഇതിൽ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും സംഭവിക്കട്ടെ. താങ്ക് യു. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ പ്രിമൈസസിൽ നമുക്ക് ഡോക്ടർ വിജയലക്ഷ്മിയെ പരിചയപ്പെടാൻ പറ്റി. അവർ അമ്പലത്തിൻ്റെ എല്ലാമാണ്. അപ്പോൾ നമുക്ക് ഡോക്ടറിൽ നിന്നും അവരുടെ അനുഭവങ്ങളും ഡീറ്റെയിൽസും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാലോ? എൻ്റെ പേര് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു ഡോക്ടർ വിജയലക്ഷ്മി. ഞാൻ ശരിക്കും ഗുരുവായൂർക്കാരിയാണ്. ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അവിടെ ഈ കൃഷ്ണനാണ് ഗുരുവായൂർ. അതേപോലെ കൃഷ്ണൻ്റെ അതേപോലത്തെ ഒരു വിഗ്രഹവും പൂജാതി കാര്യങ്ങളുമാണ് ഈ അമ്പലത്തിൽ നടക്കുന്നത്. അത് ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. പക്ഷേ ഞാൻ ജോലി കാരണം, എൻ്റെ ഹസ്ബൻഡ് എയർഫോഴ്സിലായ കാരണം ഞാൻ ഡൽഹിയിലായിരുന്നു. റിട്ടയറായി 2007 വന്ന ശേഷം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ റിട്ടയറായി ഒരു
5-6 മാസം കഴിഞ്ഞ് കംപ്ലീറ്റ് വിട്ടു പോകുന്ന ശേഷം എന്നും വരും അമ്പലത്തിൽ. അപ്പോൾ ഇതിനോടൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് ഇങ്ങോട്ട് വരികയാണ്. മാത്രമല്ല എപ്പോഴെല്ലാം നമ്മൾ ആരൊക്കെ മനമുരി എന്ത് വിളിക്കുന്നോ ആ വിളിച്ചു കൊടുത്ത് ഭഗവാന്റെ അനുഭവം എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ആയുർവേദ ഡോക്ടറായ കാരണം ഇവിടെ ചില സ്ഥലങ്ങളിൽ ക്ലിനിക്കിൽ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ കല്ലൂർ രാമൻകുട്ടിമാരെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന് എന്തോ ഒരിക്കൽ പറഞ്ഞപ്പോൾ, കല്ലൂരിനെ പറ്റി പറഞ്ഞപ്പോൾ വേറെ ആരോ ചോദിച്ചു, കല്ലൂർ എവിടെയാണ്? കല്ലൂര് എറണാകുളം കല്ലൂരുണ്ട്, ഇത് കല്ലൂര്. അപ്പോൾ മാരാർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതാ കല്ലൂർ രാമൻകുട്ടി മാരാർ അറിയില്ലേ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടറെ അങ്ങനെ പറയരുത്, കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം അത് കഴിഞ്ഞിട്ടേ രാമൻകുട്ടി മാരാർ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്, ആ കാര്യം ശരിയാണ്. പക്ഷെ മാരാർ അവിടെ മുമ്പിലുള്ളപ്പോൾ ഞാൻ കല്ലൂർ രാമൻകുട്ടി മാരാർ കേരളം മുഴുവൻ അറിയല്ലോ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതാണ് പറഞ്ഞു. പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ നമുക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നമ്മളിവിടെ വന്നിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ദൈവം ഭഗവാൻ കണ്ടറിഞ്ഞ് നമുക്ക് സമാധാനം തരും. എത്ര ഒന്നും പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തോന്നില്ലേ നമ്മളവിടെ പോയി അത് പറയണോ ഇത് പറയണമെന്ന്. പക്ഷെ ഗുരുവായൂർ പോയാലേ നമുക്കൊന്നും പറയാൻ തോന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് കേട്ടോ, എന്തെങ്കിലും വേണമെന്ന് ഇന്നേ വരെ ഞാൻ ദൈവത്തിനോട് ആവശ്യപ്പെടാറില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു ആ നിലയ്ക്ക് മാത്രമേ ഞാൻ വിചാരിക്കാറുള്ളൂ. അതേപോലെ എവിടെ വിചാരിക്കാറുള്ളൂ. അപ്പോൾ എപ്പോഴെല്ലാം കൂടുതൽ മനോവിഷമങ്ങളോ ഇതൊക്കെ വരുമ്പോൾ ആ സമയങ്ങളിൽ, അതായത് മക്കൾ 2 പേരും, ഒരാൾ ഡൽഹി ഒരാൾ ബോംബെയാണ്, ഞാൻ മാത്രമേ താമസിക്കുന്നത്. പക്ഷേ ദൈവസഹായം എപ്പോഴും കിട്ടുന്നുണ്ട്, എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കല്ലൂർ കൃഷ്ണനെ വന്ന് തൊഴുത് മനമുരുകി എന്തെങ്കിലും മനസ്സിൽ വിഷമം വന്നാൽ ഒന്നും പറയേണ്ട മാറ്റിത്തരണമെന്ന് അദ്ദേഹം തന്നെ മാറ്റിത്തരും. അത്രയ്ക്കുള്ള അനുഭവമാണ് ഇവിടെ നടക്കുന്നത്. കല്യാണം കഴിയാത്ത ആൾക്കാരുടെ പലരുടെയും ഒരു വഴിപാടൊന്നും വേണ്ട, വെറുതെ വന്ന് തൊഴുതു പോയാൽ തന്നെ ഈവൻ പ്രശ്നം വെച്ചാൽ അവരുടെ ജാതകത്തിൽ പറയും കല്ലൂർ കൃഷ്ണ വഴിപാട് നടത്താൻ പറയും. അങ്ങനെ വന്ന് പലരും വഴിപാട് നടത്താറുണ്ട്. ആ ഒരു അനുഭവങ്ങളെ നമ്മൾ ഉത്സവകാലത്ത് പ്രത്യേകിച്ച് നിറയെ കാണാം. അതേപോലെ ചില സ്ഥലങ്ങളിൽ ഇന്നത്തെ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവില്ല. ഈ ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവം അത് ആ വക പൂജയും കൂടെ ഇവിടെ നടക്കാറുണ്ട്. ബ്രഹ്മരക്ഷസിൻ്റെ പൂജയും കൂടെ പ്രത്യേകം ദിവസങ്ങളിൽ എന്നൊന്നുമില്ലല്ലോ, പ്രത്യേകം ബുക്ക് ചെയ്തിട്ട് നടത്താറുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും പൊതുവെ കല്ലൂരിനോട് ബന്ധപ്പെട്ട നാട്ടുകാർക്ക് മുഴുവൻ ഇതിനോട് ഇവിടുന്ന് പുറത്ത് പോയ കൂട്ടർ, ഔട്ട് ഓഫ് കേരള, ഫോറിൻ അങ്ങനെ പോയ കൂട്ടർക്കൊക്കെ ഈ അമ്പലം കൊണ്ട് വളരെ വളരെ എന്താ പറയേണ്ടത് സമാധാനം കിട്ടിയിട്ടുണ്ട്. പലരും അഭിവൃദ്ധിയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അനുഭവം. കൃഷ്ണൻ്റെ അമ്പലം അതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പോൾ അമ്പലത്തിലെ വേറൊരു വിശിഷ്ട വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. നമുക്ക് അവരിൽ നിന്നും അവരുടെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ശ്രീജ. ഞാൻ കല്ലൂർ വസീലിനാണ് അമ്പലത്തിനോട് ചേർന്ന് താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്നതും അമ്പലത്തോട് കൂടിയിട്ടുള്ളൊരു ഇതിൽ തന്നെ ഞങ്ങൾ വളർന്നതും അമ്പലക്കോളവും അമ്പലങ്ങളായിട്ടും ഞങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ളൊരു ദൈവമാണ്. കൃഷ്ണൻ്റെ ഭക്തയാണ്. ഞാൻ ഏത് സമയം വൈകുന്നേരവും രാവിലെയും വന്ന് തൊഴുകാറുള്ളൊരു വ്യക്തിയും കൂടിയാണ്. പിന്നെ ഉത്സവങ്ങളും കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ കമ്മിറ്റിയിലൊരു അംഗമാണ്, അതെന്ന് പറയാം. പിന്നെ അനുഭവങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൃഷ്ണനെ കഴിഞ്ഞേ ഉള്ളൂ, വേറൊരു ദൈവവും എല്ലാം ഞങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ സാധിച്ചു തരാറുണ്ട്. എൻ്റെ അനുഭവങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ കുറേ പേരുടെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പറയുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് ഒരു 9 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ദിവസം നീ വന്ന് തൊഴുകാൻ പറ്റിയില്ലെങ്കിൽ തിരുവോണം ദിവസം നീ വന്ന് ഇവിടെ പായസം കഴിക്കണം, അതുമാതിരി നേദ്യം അന്ന് വ്രതം എടുത്ത് നേദ്യം ഉണ്ടാകാൻ പറഞ്ഞു. ഞങ്ങൾ കഴിച്ചു. ഒരു 1.5 വർഷം ആകുമ്പോഴേക്കും ഒരു ആൺകുട്ടി ഉണ്ടായി. ചോറ് കൊടുത്തു ഭഗവാന്റെ മുമ്പിൽ തന്നെ. ഓ, അത് സമ്മതിക്കണം, ഭയങ്കര അനുഭവമാണ്. പോയി പറയുമ്പോഴേക്കും ശ്രീയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എല്ലാവർക്കും. ഞങ്ങളുടെ അനുഭവമാണ്, ഞങ്ങളുടെ അനുഭവം വെച്ച് പറയണം. അങ്ങനെ പല അനുഭവങ്ങളും. പിന്നെ കല്യാണം കഴിയാത്തവർ എല്ലാ വ്യാഴാഴ്ചയും വന്ന് തുളസിമാല ചാർത്താറുണ്ട്. അതും ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. മാല ചാർത്തിട്ട് കല്യാണം കഴിയുന്നത്. അങ്ങനെ കൃഷ്ണനാണ് ഞങ്ങളുടെ എല്ലാം. അപ്പൊ പറഞ്ഞാൽ തീരാത്ത അത്രയും ലീലാവിലാസങ്ങളുടെ ഉടമയാണ് അല്ലേ നാരായണൻ. കൃഷ്ണൻ പറയാൻ വാക്കുകളില്ല. അപ്പൊ ശരി, ഇനി വല്ലതും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇല്ല. ഇനി പറഞ്ഞാൽ പറയാൻ ഇനിയിപ്പോ ഇമോഷണൽ ആവും, പിന്നെ വാക്കുകളില്ല. പിന്നെ ചിലപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവസാനമില്ലാതെ പറയാൻ അത്രയും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ തൽക്കാലം ഈ ഷോർട്ട് ഇൻ്റർവ്യൂ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത സീനിലേക്ക് പോവാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രധാനമായി ഇന്ന് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും കൂടി അണിനിർത്തിക്കൊണ്ട് ഒറ്റ ഫ്രെയിമിൽ ഞങ്ങൾ എടുക്കാൻ ശ്രമിച്ചു. നമ്മുടെ ക്യാമറാമാൻ വിദ്യ കറക്റ്റായിട്ടത് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു ചില വിശേഷങ്ങൾ നമുക്ക് പ്രസിഡന്റിനോട് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചോദിച്ചാലോ? നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു 22 വർഷമെങ്കിലും ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായിരുന്നു. സെക്രട്ടറി, വൈസ് പ്രസിഡൻറ്റ് എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വർഷം ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായ ക്ഷേത്രം എന്നാണ് നമ്മൾ നേരത്തെ തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നത്.
അത് 7000 വരെ പാട്ടം വന്നിരുന്ന ആ കാലഘട്ടങ്ങളിൽ നിത്യേന ഈ 8 ദിവസവും നിത്യേന കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, ഇതെല്ലാം സത്യത്തിൽ പറഞ്ഞാൽ ഉച്ച സമയങ്ങളിലൊക്കെ ഇവിടെ പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള ആഘോഷ പരിപാടികളായിരുന്നു അന്ന് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ എന്താ പറയുക, ക്ഷേത്രങ്ങളിലെ ഭൂമിയെല്ലാം അന്യാധീനപ്പെട്ടു പോയതോടുകൂടി ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കാര്യം വളരെ ശോചനീയ അവസ്ഥയായിരുന്നു. നിത്യനിദാനത്തിന് വഴിയില്ലാത്തൊരവസ്ഥയിലേക്ക് വരെ നീങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായി. അത് അതിനുശേഷം ദേവസ്വത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം അല്ലെങ്കിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനം കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിത്യനിദാന കാര്യങ്ങളും മറ്റും നടന്നു പോയിരുന്നത്. ഉത്സവം കാലമാവുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ പരിപാടികൾ, ഓട്ടം തുള്ളലോ അല്ലെങ്കിൽ ചാക്യാർകൂത്തോ, അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ഒരു ദിവസത്തെ ഒക്കെ കഥകളി, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വളരെ, കാരണം നാട് മുഴുവൻ നടന്ന് 10 രൂപയും 5 രൂപയും പിരിച്ചിട്ടാണ് ഇവിടുത്തെ ഉത്സവ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു 10-20 കൊല്ലത്തിന് ശേഷമാണ് സത്യത്തിൽ പറഞ്ഞാൽ പണ്ട് കാലത്ത് നടന്ന മാതിരി തന്നെ ആന, വാദ്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവ പരിപാടികൾ ആഘോഷങ്ങൾ നമ്മൾ തുറന്നു വെച്ചത്. പക്ഷെ ഇന്ന് അതിനേക്കാളും അന്ന് തുടങ്ങിയതിനേക്കാളും വളരെ വിപുലമായി തന്നെ വളരെ ഗംഭീരത്തോടു കൂടി ഇപ്പോഴും അത് നടന്നു വരുന്നുണ്ട്. അത് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു സഹായ കടാക്ഷം തന്നെയാണെന്ന് നമുക്കറിയാം. നമ്മൾ മനസ്സുരുകി എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമുക്ക് നടത്തി തരാറുണ്ട്. ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നമുക്ക് വരുത്താറില്ല. ഇവിടുത്തെ കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളും എല്ലാം ഭഗവാൻ തന്നെ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ പലരും നമുക്ക് അനുഭവ കഥകൾ പലതും നമുക്ക് വിവരിച്ചു തരാറുണ്ട്. ഭഗവാനെ പ്രാർത്ഥിച്ച് പലതും നേർച്ച നേരാറുണ്ട്. ആ കാര്യങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാന് ഇവിടെ വഴിപാടായിട്ട് പല കാര്യങ്ങളും പലരും ചെയ്യുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് വളരെ വ്യക്തമാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സുരുകി ഇവിടെ സേവിക്കുകയും ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ പല കാര്യങ്ങളും ഭഗവാൻ നടത്തി തന്നിട്ടുണ്ട്. അതിലൊരു സംശയമില്ല. കല്ലൂർക്കാർക്ക് മുഴുവൻ എന്താ പറയുക, പ്രത്യക്ഷമായിട്ട് തന്നെ ദർശനം നൽകിയിട്ടുള്ള ഒരു ഭഗവാനാണ്. എത്ര വർഷം പഴക്കമുണ്ടാവുന്നുള്ളൊരു ഒരു 700 വർഷ പഴക്കമെങ്കിലും ചുരുങ്ങിയത് ഇതിനുണ്ടാവുന്നതാണ് നമ്മളിവിടെ. ഇതിന്റെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജഭരണകാലത്തോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ചരിത്രം വല്ലതും പറയാനുണ്ടോ? നമുക്ക് അറിയുന്നത് ഈ ഇത് എന്താ പറയാ, നായർ വീടിന്റെ ആ ഒരു കാലഘട്ടം മുതലാണ് നമുക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം അന്നത്തെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിട്ടാണ് നമുക്ക് ഉണ്ടായിരുന്ന ചില ബന്ധങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കി. വള്ളുവനാടിന്റെ ഭാഗമായിരുന്നോ അത്തരം കഥകളൊന്നും നമുക്ക് ഇതിന് വ്യക്തമായിട്ട് കഴിഞ്ഞിട്ടില്ല. കല്ലൂർ നായർ വീടിന്റെ കാലഘട്ടത്തിലാണ് സത്യത്തിൽ പറഞ്ഞാൽ ഈ ഇവിടെ കല്ലൂരിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ കല്ലൂർ നായർ വീടിന്റെ കീഴിലായിരുന്നു. അത്തരം ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമായിരുന്നു കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവും അതുപോലെ തന്നെ പുന്നക്കുറിശി ശിവക്ഷേത്രം. ഇത് രണ്ടും വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണ്. അതിൽ നടുവിൽമഠം ദേവസ്വത്തിന് ഇതുപോലെ നമ്മുടെ നായർ വീട്ടിൻ്റെ കാർന്നവർ അദ്ദേഹത്തെ കാണാൻ പോവുകയും അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു. സ്വാമിയാരെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ആ ക്ഷണിച്ചു വരുത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചത്, ഞാൻ വന്നാൽ എനിക്ക് അതിനനുസരിച്ചുള്ള ദക്ഷിണ തരികയാണെങ്കിൽ ഞാൻ വരുള്ളൂ എന്നുള്ളൊരു നിബന്ധന അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഇവിടെ നമ്മുടെ അഗ്രശാലയിൽ തന്നെ അദ്ദേഹത്തിന് ആചാരപൂർവമായിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണമൊക്കെ നൽകി. അന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ദാനം ചെയ്ത അതാണ് 7000 പറ പാട്ടം വരുന്ന രീതിയിലുള്ള ഭൂമിയും കൃഷിഭൂമിയും ഈ ക്ഷേത്രവും എല്ലാം കൂടി. ഇതിൻ്റെ ഒരു വശത്ത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കഴകം ചെയ്യുന്ന വാരസ്യാർ കൊണ്ട് താമസിച്ചിരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇവിടുത്തെ പൂജ ചെയ്തിരുന്ന കാലങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കാസർഗോഡ് ഭാഗത്തുനിന്ന് ക്ഷണിച്ചു വരുത്തിയ തിരുമേനിമാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ താഴ്വഴികൾ ഇപ്പോഴും ഉണ്ട്. അതിലൊരാളാണ് ഈ വിഷ്ണു. ഇവരൊക്കെ ഇവിടെ പണ്ടുകാലം മുതൽ തന്നെ അവരുടെ കുടുംബപരമായിട്ട് ഇവിടെ കഴകം പൂജ ചെയ്തിരുന്ന ആളുകളാണ്. അത് അങ്ങനെ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ അറിയാനുണ്ട്. പക്ഷെ നമുക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളും നമ്മുടെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ടും പിന്നെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ഷേത്രം വളരെ എന്താ പറയുക, വളരെ സംഗീതപരമായിട്ടാണെങ്കിലും ഒക്കെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞന്മാരൊക്കെ ഇവിടെ വരികയും അവരൊക്കെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ
ഫ്രീ ആയിട്ട് പോലും പരിപാടി നടത്തി പോകുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയും പകലും ഒക്കെ അന്നദാനത്തോടു കൂടി നടന്നിട്ടുള്ള ഉത്സവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കഥകളിക്ക് വരുന്ന ആളുകൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ ഉച്ചയ്ക്കും ഒക്കെ വളരെ ഈ പാട്ട് മുഴുവൻ വരുന്നതിനുള്ള നെല്ലറ പോലും ഇടുന്ന നെല്ലറ പോലും ഇവിടെ ഉണ്ട്. ഇപ്പോഴും അത് അതേ പൂർവ്വം തന്നെ നമ്മളത് നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ വിപുലമായിട്ട് തന്നെ ഒരു ഇതുള്ളതായിരുന്നാണ്. വളരെ ശക്തിയുള്ള ഒരു ദേവനാണ് ഈ കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈ സ്വാമിയാരെ അവിടെ നമ്മൾ ശരിക്ക് ഒരു വെച്ച് നിവേദ്യമൊക്കെ കഴിച്ചാൽ സന്താനഭാഗ്യം, അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത കുട്ടികൾക്കുള്ള വിവാഹം നടക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ അനുഭവങ്ങളിൽ തന്നെ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഓക്കെ, അത് വിപുലമായിട്ടുള്ള ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും പറയാൻ വെച്ചാൽ ഒരുപാടുണ്ടാവും. അപ്പം ഇനി വരുന്ന ആൾക്കാർ ദയവേദത്തിലെല്ലാം മനസ്സിലാക്കി ചോദിച്ച് അന്വേഷിച്ച് വരിക, അത് നിങ്ങളുടെ ദൗത്യമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? ക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള പടിഞ്ഞാറ് വശത്തുള്ള ഈ കുളം എന്ന് പറഞ്ഞാൽ. ആ കുളത്തിന് ചരിത്രം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഈ കുളം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിവിപുലമായിട്ടുള്ള കുളമാണ് കേട്ടോ, സൂപ്പറായിട്ടുള്ള കുളമാണ്. എപ്പോഴും ജലസമൃദ്ധി ആർന്ന കുളമാണെന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കുളവും ഈ അമ്പലത്തിൻ്റെ ലാൻഡ്മാർക്കാണ്. ഈ കാണുന്നതാണ് തന്ത്രിമാർ കുളിക്കുന്ന ആറാട്ട് കടവ്. എൻ്റെ പേര് ദിനേഷ് വാര്യർ. നമ്മുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു സ്ഥിരം ഭക്തനാണ്. ഞാനിവിടെ അത്യാവശ്യം ഈ ക്ഷേത്രത്തിൽ അധികവും തൊഴുവാൻ വരാറുണ്ട്. നല്ലൊരു ഈശ്വര ചൈതന്യം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഇവിടെ ഒരു ശാന്തമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ നേരത്തെ ഇതിനു മുൻപ് പറഞ്ഞ നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെയാണ് വളരെയധികം കലാപരമായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന ഒരു അമ്പലം കൂടിയാണ്. പിന്നെ ഇവിടെ ഞാൻ എല്ലാ വർഷം തോറും ഇവിടെ ഭക്തിഗാനമേള, സംഗീത കച്ചേരി, അതേപോലെ ഭജൻസ്, സോപാന സംഗീതം, അഷ്ടപതി, കഥകളി സംഗീതം, അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള പരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് അതൊരു രണ്ട് വരി മൂളാനുള്ള ഒരു ഭാഗ്യം തന്നതിൽ ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ചൈതന്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്നും എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വരി പാടുകയാണ്. ഒരു സോപാന സംഗീതം നമ്മുടെ അമ്പലപ്പുഴ വിജയകുമാർ അദ്ദേഹം പാടിയിട്ടുള്ള ഒരു രണ്ട് വരി സോപാന സംഗീതത്തിൻ്റെ ആലപിക്കുകയാണ്. നിറമേഴുന്നൊരു പീലി തിരുമുടി തൊഴുന്നേൻ, വിടവോടെ വിലസുന്ന കുറുനിരാ തൊഴുന്നേൻ, തിലക താലഴകേറും തൊടുകൂറി തൊഴുന്നേൻ, സ്മരജാപമടി കൂപ്പും പൂരികം കൈ തൊഴുന്നേൻ, സരസിജായത ചാരു നയനങ്ങൾ തൊഴുന്നേൻ, വിരവോടെ വിലസുന്ന കുറുനിരാ തൊഴുന്നേൻ. ഗംഭീരം, താങ്ക് യു. അപ്പോൾ വളരെയധികം സന്തോഷം. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു നവ്യാനുഭവമായിരുന്നു. അപ്പോൾ നമ്മൾ കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റുള്ള ഒരു പാലക്കാടൻ വിശേഷവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പിടിക്കാം. സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ കൂട്ടുകാർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫൈൻ, താങ്ക് യു. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ അറ കാണാം. ഉത്സവ സമയത്ത് സ്വാമിയാർ, നേരത്തെ പറഞ്ഞ സ്വാമിയാർ വരുമ്പോൾ തങ്ങുന്ന സ്ഥലം ഇതാണെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതേപോലെ സ്വാമിയാരുടെ സമാധി എന്ന് പറയുന്ന ഒരു സമാധി ഈ കാണുന്നതാണ്.
അതിന് ചുറ്റും ഞാൻ നടന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരു സമാധി നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അതിന് ചുറ്റും ഒന്ന് നടക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഒരു സമാധി, ഇങ്ങനെ കണ്ടു. അതേപോലെ അടുത്തൊരു സമാധിയും ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഓടിച്ച് ഈ സമാധി കൂടെ ഒന്ന് കാണാം. ഇതൊക്കെ നമുക്കൊന്നും എത്ര വായിച്ചാലും മനസ്സിലാക്കിയാലും കിട്ടാത്തത്രയും ഇൻഫർമേഷൻസാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് എൻ്റെ മരുമകളാണ് രമാദേവി. അവർ ഡൽഹിയിലാണ്, ഡൽഹി പബ്ലിക് സ്കൂൾ ടീച്ചറാണ്. ഇത് എൻ്റെ മൂത്ത പേരക്കുട്ടി ജാഹ്നവി എന്ന പേര്. ഇത് ട്വിൻസ് കാർത്തിക് കൃഷ്. എത്രല്ല പഠിക്കുന്നത്? कौन से कक्षा में पढ़ते हो? दोनों? ओ ट्विंस है ना? हाँ. ओके. आप अपना बताओ. 8 अभी 9th में जाऊंगी. 9th में जाओ. ऑल द बेस्ट. Thank you. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഒരു ഭഗവാന്റെ പ്രസാദം പാൽപ്പായസം കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഭഗവാൻ തന്നിരിക്കുകയാണ്. താങ്ക് യു ശ്രീകൃഷ്ണൻ. അതെ, താങ്ക് യു കൃഷ്ണ. ഗംഭീരമായിട്ടുള്ള പായസമാണ്. ഞാൻ കഴിച്ചിട്ട് ഞാൻ വിശേഷങ്ങൾ പറയാം. താങ്ക് യു. കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആലുണ്ട്. അപ്പോൾ ഈ ആലുമായി സംബന്ധിച്ച് ചില രഹസ്യങ്ങൾ, ചില നിഗൂഢതകൾ, ചില സംഭവങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞുതരാൻ വേണ്ടി നമ്മുടെ വിശിഷ്ടനായിട്ടുള്ള വ്യക്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം. സാർ ഒന്ന് പറഞ്ഞു. ഞാൻ വിദ്വാൻ കല്ലൂർ KP ശിവരാമകൃഷ്ണ അയ്യരുടെ മകൻ വെങ്കട സുബ്രഹ്മണ്യനാണ്. റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടറാണ്. ഈ ആലിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഒരു 45-50 വർഷത്തെ പഴക്കമുണ്ട്. അച്ഛൻ മങ്കര സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആല് രാവിലെ വന്ന് കുളിച്ച് പോകുമ്പോൾ നനച്ചിട്ട് പോവും, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് വീണ്ടും നനയ്ക്കും. അങ്ങനെ ഉണ്ടാക്കി നനത്ത് പിടിപ്പിച്ച ഒരാളാണ്. അതിൽ തന്നെ ഒരു വേപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആലിനും വേപ്പിനും കൂടി ഒരു വിവാഹം നടത്തുക എന്നൊരു ചടങ്ങുണ്ട്. അത് അച്ഛൻ്റെ ആ സമയത്ത് 93 വയസ്സ് വരെ അച്ഛൻ ജീവിച്ചിരുന്നു. നടന്നില്ല. ഇനി അച്ഛൻ്റെ ആഗ്രഹം അത് എന്നിലൂടെ നടത്തണം എന്നുകൂടി എനിക്കൊരു ആഗ്രഹമുണ്ട്. വളരെ പഴക്കം ചെന്ന ശ്രീകൃഷ്ണനാണ്. നല്ല ഐശ്വര്യമുള്ള ഭഗവാനാണ്. എന്തൊരു കാര്യങ്ങൾക്ക് നമ്മൾ പോകുമ്പോഴും, ഇപ്പോൾ എക്സാമ്പിൾ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, എന്തൊരു കാര്യത്തിന് പോകുമ്പോഴും അദ്ദേഹത്തെ വിചാരിച്ചിട്ട് പോകും, മംഗളമായിട്ട് തന്നെ വരും. അതേപോലെ തന്നെ കരടിമല ക്ഷേത്രം വളരെ വർഷങ്ങൾക്കുള്ള ഒരു ക്ഷേത്രമാണ്, കുടുംബക്ഷേത്രമാണ്. നല്ലൊരു അനുഗ്രഹം തരുന്ന എല്ലാ ക്ഷേത്രങ്ങളും കല്ലൂരിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് ഈ കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, പഴങ്ങോട്ട് അയ്യപ്പൻകാവ്, കരടിമല ഭഗവതി ക്ഷേത്രം. ഓക്കെ, ഇന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛൻ്റെ ഈ 40-45-50 വർഷത്തെ പഴക്കമുള്ള ഈ ആലിൻ്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ വിവരം അറിഞ്ഞ് ഓടിയെത്തിയതാണ്. അതിനുവേണ്ടി കാത്തിരുന്നു. ഉദ്ദേശം സഫലമാവുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനലിലും ഈ പറഞ്ഞ പോലെ ഇത്തരം റയറായിട്ടുള്ള ഇൻ്റർവ്യൂസും ഇൻഫർമേഷൻസുമാണ് നമുക്ക് പ്രത്യേകിച്ച് വേണ്ടത്. അതിനുവേണ്ടി നമ്മളുണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഓടി വന്നിട്ടുള്ള അദ്ദേഹത്തിനും സാറിനും നമുക്ക് പ്രത്യേകിച്ചൊരു നന്ദി. അഭിലാഷ് അമ്പത് ട്രാവൽ ഫുഡ് സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർ അഭിലാഷ് രണ്ട് വാക്ക് എനിക്ക് പറയാൻ അനുവദിച്ചിൽ ഒരുപാട് നന്ദി നിങ്ങളോടും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.